ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിലെ 4ാമത്തെ പാർട്ടാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. ഇന്നപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ക്യാൻഡിലുകളെ പറ്റിയാണ്. 2 ക്യാൻഡിൽസ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പഠിക്കുമ്പോൾ കുറച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലിരിക്കും. എല്ലാം കൂടെ ഒന്നിച്ച് വിഴുങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ ഓരോ ആഴ്ച ഓരോന്നിനെ പറ്റി പഠിക്കും. പിന്നെ അതിനെപ്പറ്റി അത് മാർക്കറ്റിലും കണ്ട് പരിചയിക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിൽ കുറച്ച് ഐഡിയകൾ കിട്ടും. നമുക്കത് ക്യാൻഡിലുകൾ വീഴുമ്പം നമുക്കതെങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാൻ പറ്റും. മനസ്സിലായി? നമുക്കതൊരു പ്രാക്ടീസ് കിട്ടും ലൈവ് മാർക്കറ്റിൽ. അപ്പോൾ ഈ 2 വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാറ്റേൺസോ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഫോർമേഷനോ നമ്മളത് ഓരോന്ന് കുറച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മാർക്കറ്റിൽ പ്രയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2 ക്യാൻഡിലുകളെ പറ്റി പഠിക്കാൻ പോകുന്നത്. ഒന്ന് മർബോസു. ഞാൻ എപ്പോഴും പറയാറുണ്ട് മർബോസു എന്ന്, അല്ലേ? അപ്പം ആ മർബോസു എങ്ങനെയാണ്? ഒന്ന് മർബോസു, രണ്ടാമത്തെ എൻഗൾഫിങ്. ഓക്കെ. ഈ 2 ക്യാൻഡിലുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ 2 ക്യാൻഡിലുകളും ഏതൊക്കെ അവസ്ഥകളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ അവസ്ഥകളിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. എല്ലായിടത്തും മർബോസ് വീണെന്ന് പറഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് മേലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന് കുറച്ച് സർട്ടൺ ക്രൈറ്റീരിയയും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. എന്നെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആകത്തുള്ളൂ. അതില്ലേ, എല്ലാ സാഹചര്യത്തിലും മർബോസ് വീണെന്ന് പറഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് പൊട്ടി താഴെ വീഴണമെന്നോ അല്ല മേലോട്ട് പോകണമെന്നോ യാതൊരു നിർബന്ധമില്ല. അപ്പം അത് എവിടെ വീഴുന്നു, എങ്ങനെ വീഴുന്നു, എന്തൊക്കെതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്ത് ഫോർമേഷനാണേലും, എന്ത് ക്യാൻഡിലാണേലും, എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും, എന്ത് പാറ്റേൺസ് ആണെങ്കിലും ഇതിൻ്റെ വിജയ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 75% വരെ ഉള്ളൂ. ബാക്കി ശതമാനം പിന്നെ ഇത് ഫെയിലാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൽ ഒരു സ്ട്രാറ്റജിയും 100% വിജയ സാധ്യത തന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളതിനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയ സാധനം നമ്മൾ പരമാവധി അതിൻ്റെ സാഹചര്യം വെച്ച് നമ്മൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാ സാഹചര്യത്തിലും ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ആദ്യം മർബോസുവിനെ പറ്റി പഠിക്കാം. എന്താണ് മർബോസു? ഓക്കെ. മർബോസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ, ദർ ഈസ് നോ വിക്ക്. ഒരു വിക്കും ഇല്ലാതെ ഒരു ഫുൾ ബോഡി ക്യാൻഡിലിനാണ് മർബോസു എന്ന് പറയുന്നത്. അത് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് മർബോസു, റെഡ് ആണെന്നുണ്ടെങ്കിൽ ബെയറിഷ് മർബോസു. ഓക്കെ. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പം അതാണ് ഈ മർബോസു എന്ന ക്യാൻഡിലിനെ പറ്റി പറയാനുള്ളത്. അതായത് ഫുൾ സ്ട്രോങ് ബോഡി ക്യാൻഡിലായിരിക്കണം. ആ ബോഡിക്ക് യാതൊരുവിധ വിക്കുകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് മർബോസുവിൻ്റെ ലക്ഷണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനൊരു സ്ട്രോങ് വോളിയം ഉണ്ടെങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് നമുക്കുണ്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വീഴുന്ന ക്യാൻഡിലിൻ്റെ കൂടെ ഏത് മർബോസു ആണോ വീഴുന്നത്, ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ്, ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ്, ഏത് മർബോസു ആണോ വീഴുന്നത് ആ ക്യാൻഡിലിന് സബ്സിക്വൻ്റ് ആയിട്ട് നല്ല വോളിയവും കാണണം. എന്നെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. വോളിയം ഇല്ലാതെ ആ ക്യാൻഡിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യം. ഇവിടെ തന്നെ ഒരു ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. നോക്കിക്കേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ 5 മിനിറ്റിൻ്റെ ചാർട്ടിലാണ്. ഇത് 5 ആണെങ്കിലും 15 ആണെങ്കിലും അരമണിക്കൂറാണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും ഡേ ക്യാൻഡിലാണെങ്കിലും വീക്കിലി ക്യാൻഡിലാണെങ്കിലും ഇതെല്ലാം വർക്ക് ചെയ്യുന്നതല്ല ഒരുപോലെ. ടൈം ഫ്രെയിം മാത്രം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം നോക്കുന്നത് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ടൈം ഫ്രെയിമിലാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഇല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പം 2-3 ക്യാൻഡിൽ കിട്ടി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങും. നമ്മളിപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തുവാ, 20 പോയിൻ്റ് അല്ലെങ്കിൽ 30 പോയിൻ്റ് നമുക്ക് കിട്ടണം. ആ 20 പോയിൻ്റ് 30 പോയിൻ്റ് 2-3 ക്യാൻഡിലിനകത്ത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 4 ക്യാൻഡിനകത്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകും. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? വലിയ ടൈം ഫ്രെയിമിൽ നോക്കുന്നവർ ഡേ ക്യാൻഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താഴ്ന്ന ഒരു മർബോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഹോൾഡ് ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് പോകും. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ ഷോർട്ട് ടേം 10-20 അരമണിക്കൂർ 1 മണിക്കൂറിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതുകൊണ്ട് നമ്മളെപ്പോഴും 2-3 ക്യാൻഡിലായിരിക്കും നമ്മൾ കൂടുതലും നോക്കുന്നത്, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്യാൻഡിലിലേക്ക് വരാം.
ഓക്കെ, ഇതിനകത്തിലിപ്പോൾ ഇവിടെ ഒരു മർബോസ് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഒരു മർബോസുമായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം നല്ല ഫുള്ള് ക്ലോസിംഗ് ആണ്. ഇതിൻ്റെ മുകൾ വശം നോക്കിയേ, ഗ്രീൻ ക്യാൻഡിലാകുമ്പോൾ എപ്പോഴും ക്ലോസിങ് മുകളിൽ ഫുള്ളായിരിക്കണം അല്ലേ. ഇതിൽ താഴെ ഒരു കുഞ്ഞൊരു വിക്കുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് മറക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള സിനാരിയൊക്കെ നമുക്ക് വേണമെങ്കിൽ മറക്കാം. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കണ്ട് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? നമ്മളിപ്പോൾ ഈ ക്യാൻഡിൽ ഈ ഒരു മർബോസ് കണ്ടുകൊണ്ട് നമ്മൾ കയറിയെന്ന് വിചാരിച്ചു. ഇതിനേക്കാൾ നല്ല ആക്രോട്ടുള്ള മർബോസ് നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും, നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു മർബോസ് കണ്ട് നമ്മൾ കയറിയെന്ന് വിചാരിച്ചു. കയറുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ഫുൾ ബോഡി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നുകിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ റിസ്കി പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കും, അല്ലേ, ഇവിടെ വെക്കും. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ക്ലോസിംഗ് ബേസിസിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ മർബോസ് കൊണ്ട് നമ്മളിവിടെ കയറി, ഒരു സ്ട്രോങ് ആണ്, അത്യാവശ്യം ബോളിയുണ്ട്, നമ്മളിവിടെ കയറി. അടുത്ത ക്യാൻഡിലിൻ്റെ താഴെയോ മേളിലോ എവിടെയെങ്കിലും കയറുമെന്ന് വിചാരിച്ചു. കയറിയതിന് ശേഷം അടുത്ത ക്യാൻഡിൽ നേരെ താഴോട്ട് പോയി, ഇല്ലേ. താഴോട്ട് പോയെങ്കിൽ ക്ലോസിങ് എന്ത് ചെയ്തു? ഇതിൻ്റെ മുകളിൽ പകുതിക്കാണ് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത്, ഇല്ലേ. ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല. ഇതും വന്നിട്ട് ഇതിന് താഴെ ഇതിനെ അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിലിനെ ഒരു മദർ ക്യാൻഡിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ക്യാൻഡിലിന് ഓക്കെ, ഈ ക്യാൻഡിലിനെ മദർ ക്യാൻഡിൽ എന്ന് വിശേഷിപ്പിക്കാം. ഈ ക്യാൻഡിലിന് താഴെ ഒരു റെഡ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ട്രേഡ് ഇല്ല, ഈ ട്രേഡ് ഉപേക്ഷിക്കാം. കാരണം നമുക്ക് ആ ട്രേഡ് ശരിയല്ല എന്ന് നമുക്ക് വിചാരിച്ച് നമുക്ക് ഉപേക്ഷിക്കാം. ഓക്കെ, പക്ഷെങ്കിൽ ഈ സിനാരിയോയിൽ ഈ ക്യാൻഡിലിന് ശേഷം ഒരു ക്യാൻഡിൽ പോലും ഈ ക്യാൻഡിലിന് താഴെ വന്നിട്ട് ക്ലോസിങ് നടത്തിയിട്ടില്ല, ഉണ്ടോ? ഇല്ല. ഇതും വിക്ക് വരെ വന്നെങ്കിൽ ക്ലോസിങ് അതിൻ്റെ മുകളിലാണ്, ഇല്ലേ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അതിന് ശേഷം ഇതാ നോക്കിക്കേ, 1 2 3 ഇത് നമ്മുടെ സ്റ്റോപ്പ് അടിച്ചിട്ടില്ല, 4 5 6. നമുക്ക് ഏകദേശം ഇവിടുന്ന് നമ്മളിവിടെ എൻട്രി എടുത്ത്, അല്ലേ, ഇവിടം വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഏകദേശം. ഇതിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ്, കാരണം വോളിയം കൂടുതലാണ് ഞാൻ ഒന്നിച്ചെടുത്തത്. എവിടെയാണ് ഏത് ക്യാൻഡിലാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു 10 ഇവിടം വരെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 10-40 പോയിൻറ്റ് നമുക്ക് എന്തായാലും ATM അതിൽ നമുക്ക് കിട്ടും. നമ്മളത് മേടിച്ചുകൊണ്ട് ഇറങ്ങും. അതാണ് ഈ ഒരു ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യം. നമ്മൾ ഇങ്ങനെ ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ചിന്തിക്കണം. സ്റ്റോപ്പ് ലോസ് നമ്മളെപ്പോഴും ഒന്നുകിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ താഴെ, ഇല്ലെങ്കിൽ ഇത് വലിയ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ താഴെ, അല്ലെങ്കിൽ അതിനടുത്ത ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെ. റിസ്ക് എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇല്ല അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും വെക്കുന്നത്. ഈ 2 കേസിനകത്തിലും ഈ ക്യാൻഡിലിൻ്റെ താഴെ വന്ന് അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, കണ്ടോ? അതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്ത്. ഇതിന് സപ്പോസ് ഈ ക്യാൻഡിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ട്രേഡ് ഇല്ല, ഈ ട്രേഡ് പോയി. കാരണം ഇത് ഇൻവാലിഡാണ് ഈ ട്രേഡ്, മനസ്സിലായി? നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പക്ഷേങ്കിൽ ഇത് ഒരു സ്ട്രോങ് ക്യാൻഡിലായതുകൊണ്ട് ഇത് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുള്ളൊരു മൊമെൻറ്റത്തിൻ്റെ ഒരു സിമ്പലാണ് ഈ കാണുന്നത്. എന്താണ് ഈ ക്ലോസിങ് മോളി വന്നതിൻ്റെ ഉദ്ദേശം. അതിനുശേഷം വീണ്ടും നമുക്ക് വീണ്ടും ഒരു മർബോസും അടിപൊളിയായിട്ട് വീണു, ഇല്ലേ. ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് നേരെ മേലോട്ട് പോയി. അങ്ങനെ നമുക്കൊരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്ത് ഇവിടുന്ന് ഇത്രയും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനൊക്കെ കുറച്ചുകൂടെ നല്ല ഒരു സിനാരിയോ ഞാൻ എവിടെയെങ്കിലും വേറെ കാണിച്ചു തരാം, നമുക്ക് നോക്കാം പുറകോട്ട്. ഓക്കെ, ഇതാണ് ഒരു സിനാരിയോ. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ അടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് കളയാം, സൗണ്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഇതും ഒരു മർബോസ് എന്ന് പറയാം. താഴെ ഫുൾ ക്ലോസിംഗ് ആണ്, മുകളിൽ ഒരു കുഞ്ഞു വിക്കേ ഉള്ളൂ, ഒരു ചെറിയ വിക്ക്, ശരിയല്ലേ, ഒരു ചെറിയ വിക്കല്ല. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു മർബോസുമായിട്ട് കണക്കാക്കാം. ഇത് തിയററ്റിക്കലി ഞാൻ ഈ പറയുന്നതൊന്നും ചിലപ്പം ശരിയാകണമെന്നില്ല കേട്ടോ, ആൾക്കാർക്ക് വേണമെങ്കിൽ വിമർശിക്കാൻ തന്നെ. നമ്മൾ ട്രേഡ് ചെയ്യുമ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ആ രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിന് ചിലപ്പം വേണേൽ ഖണ്ഡിക്കാം. ഓക്കെ, നിങ്ങൾ ഈ പറയുന്നത് ശരി, മർബോസും അല്ല എന്ന് പറയാം. ശരിയാ, മർബോസും അല്ല, കാരണം അതിന് മണ്ടയ്ക്ക് ചെറിയൊരു വിക്കുണ്ട്. പക്ഷെ നമ്മുടെ ട്രേഡിങ് സൈക്കോളജി, നമ്മൾ എന്താണോ കണ്ടു പരിചയിച്ചത്, എക്സ്പീരിയൻസിലൂടെ നമ്മൾ എന്താണോ മനസ്സിലാക്കിയത്, അതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട്. ഓക്കെ, അപ്പം തിയററ്റിക്കലി ചിലപ്പം ഇതിനെ ഖണ്ഡിക്കാം, ഇത് ശരിയല്ല, നിങ്ങൾ പറയുന്ന പഠിപ്പീര് ശരിയല്ല എന്ന് പറയാം. അത് എടുക്കേണ്ടവർക്ക് എടുക്കാം, കളയേണ്ടവർക്ക് കളയാം. ഓക്കെ, അത് വിട്ടേരെ. അപ്പം നമുക്കിതിനെ ഒരു മർബോസർ കണക്ക് പോകും, അല്ലേ. എന്താ മർബോസർ കണക്കാക്കാം? ഈ മർബോസു നോക്കിക്കേ, ഇത് ഒരു മേളിൽ നിന്ന് താഴോട്ട് വന്ന ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്തു? ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. ഇതിന്
ഒരു ഫുൾ ബോഡി ഉണ്ട്, അത്യാവശ്യം വോളിയം ഉണ്ട് ഇല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രേഡിന് കയറി ഇല്ലേ. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ഈ ട്രേഡിന് ഇറങ്ങി ഇവിടെ ഈ മർബോസ് കണ്ടുകൊണ്ട് അടുത്ത ക്യാൻഡിൽ നമ്മൾ കയറി മേലോട്ട് പോയി. പിന്നെ ഇതിൻ്റെ താഴെ വന്ന് ക്ലോസിങ് ചെയ്തോ. താഴോട്ട് വരെ വന്നെങ്കിലും ക്ലോസിങ് കിട്ടിയില്ല, അതിന് മുകളിൽ തന്നെ പോയി ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നും കൂടെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചോണം എന്താണ് ഇവിടെ സ്ട്രോങ് ബൈയിങ് പ്രഷറുണ്ട്, കാരണം റിട്ടേൺ പോയി, മനസ്സിലായി. പിന്നെ ഇവിടുന്ന് കയറി ഇത്രയും പോയി. ഇവിടുന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒരു 10-60 പോയിൻറ്റുകൾ നമുക്കിവിടെ കിട്ടും. മനസ്സിലായോ? അടുത്ത സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇതാണ് ഒന്ന്. പിന്നെ ഈ മർബോസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ബുള്ളിഷ് മർബോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു താഴെ നിൽക്കുന്ന അല്ലെ ഒരു സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഒരു മർബോസ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായി? ഇതിപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ മോളോട് കയറി ഇവിടെ നിൽക്കുകയെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ബുള്ളിഷ് മർബോസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം മാർക്കറ്റ് ഇത്രയും കയറി നിൽക്കുക അല്ലേ. കയറിയിട്ട് പിന്നെ ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു മർബോസ് കണ്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പം എപ്പോഴും ഒരു സപ്പോർട്ട് ലെവല് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് ട്രേഡ് എടുക്കാവൂ. മനസ്സിലായി പറഞ്ഞു? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒരു സപ്പോർട്ടുകളുണ്ട്, ഉണ്ടോ? ഇതെല്ലാം സപ്പോർട്ടുകളാണ്. ഓക്കെ, ഇവിടെ എല്ലാം സപ്പോർട്ടുകളാണ്. മനസ്സിലായി? അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി പോകാനുള്ള ടെൻഡൻസി മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് എന്ത് കാണിച്ചു തന്നത്, ഈ ഒരു ബുള്ളിഷ് മർബോസു എന്നൊരു ക്യാൻഡിൽ നമ്മൾ കാണിച്ചു തന്നത് നമുക്ക് ഈ സപ്പോർട്ടിൽ നിന്ന് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്ത് വിജയിക്കാൻ പറ്റും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, മാർക്കറ്റ് പോകുന്നു. അടിക്കുവാണെങ്കിൽ അടിക്കും, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ടാർഗറ്റ് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് നോക്കി ബുക്ക് ചെയ്യുക. അത് അവരവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇത് നോക്കിയേ. ഇത് താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റാണ് ഇല്ലേ. താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല പ്രാവശ്യം വന്ന് റെസിസ്റ്റൻ്റ് എടുത്ത് ക്രോസ് ചെയ്ത് മേലോട്ട് പോയി തിരിച്ച് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ടെൻഡൻസി കാണിക്കോട് ഇല്ലേ. അങ്ങനെയാണ് ഇവിടെ ഒരു മർബോസ് വീണത്. ഓക്കെ, ഈ മർബോസ് വീണു. മർബോസിനെ വെച്ച് നമ്മൾ ട്രേഡ് എടുത്തു. ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഈ ലൈൻ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ എടുത്തു. നോക്കിയേ, നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ഇത്രയും മതി. 1, 2, 3, 4, 5, 6 ക്യാൻഡിൽ ഇത്രയും മതി. നമുക്ക് 30 പോയിൻറ്റ്, നമ്മുടെ ഉദ്ദേശം എന്തുവാ, 30 പോയിൻറ്റ് നമുക്ക് കിട്ടണം ഇല്ലേ. അല്ലെങ്കിൽ 25 പോയിൻറ്റ് നമുക്ക് 30 പോയിൻറ്റ് കിട്ടണം. ആ 30 പോയിൻറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഓക്കെ ആകും, നമ്മൾ എക്സിറ്റ് ആവും. മനസ്സിലായോ? ഈ സിനാരിയോ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ബുള്ളിഷ് മർബോസുവിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഒരു ബെയറിഷും കൂടെ നോക്കാം. ബെയറിഷ് ഇനി എവിടെയാണ് വരുന്നതെന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിച്ചോണം, എപ്പോഴും താഴേന്നൊരു സപ്പോർട്ടിൽ നിന്ന് വേണം ഒരു മർബോസ് കണ്ട് നമ്മളോട് ട്രേഡിൽ, ഒരു ബുള്ളിഷ് മർബോസ് കണ്ട് നമ്മളോട് ട്രേഡിൽ എൻ്റർ ചെയ്യാൻ. അത് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇത് നോക്കിക്കേ, അടിപൊളി ഒരു മർബോസുമാണ് ഈ കാണുന്നത്. അടിപൊളി ഒരു ബെയറിഷ് മർബോസ്. നോക്കിക്കേ, ഫുൾ ക്യാൻഡിൽ. ഇത് എനിക്കൊന്ന് ആ ദിവസത്തെ ഓപ്പണിംഗ് ആണെന്ന് തോന്നുന്നു. ആ ദിവസത്തെ ഓപ്പണിംഗ് ആണ്. നല്ല വോളിയം, ഫുൾ ബോഡി ഒരു മർബോസ് കണ്ടോ. ഈ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രേഡ് എടുക്കുന്നു. ഇതാണ് ഹൈ. ഇതിൻ്റെ ഹൈ വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുന്നു. ഓക്കെ, നോക്കിക്കേ മാർക്കറ്റ് എവിടം വരെ പോയെന്ന് നോക്കിക്കേ. ഈ സ്ട്രോങ് മർബോസ്, സ്ട്രോങ് വോളിയം ഉള്ളത് കൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് വീണ് നേരെ താഴോട്ട് പോയി. നല്ല ഒരു ക്യാപ്ചർ ഇവിടെ കിട്ടി. നമ്മൾ ഈ മാർക്കറ്റ് ഇവിടുത്തെ കുറച്ച് താഴോട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബൈ പ്രൈസിൽ കൊണ്ടുവെക്കണം. ഇവിടെ ആയിരിക്കും നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൈ പ്രൈസിൽ എപ്പോഴും കൊണ്ടുപോയി നമ്മൾ വെക്കണം. ഒരു നിശ്ചിത ദൂരം മാർക്കറ്റ് താഴോട്ട് അല്ലെങ്കിൽ മേലോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൈസ് SL എപ്പോഴും നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ബൈ പ്രൈസിൽ വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടസാധ്യത വളരെ കുറവായിരിക്കും. പോയാൽ നമുക്ക് ക്യാപിറ്റൽ നഷ്ടപ്പെടത്തില്ലല്ലോ. ലാഭം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ലാഭം നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാം. പക്ഷെങ്കിൽ ക്യാപിറ്റൽ പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന ദിശയിൽ കുറച്ച് സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നിങ്ങളുടെ ബൈ പ്രൈസ് ആയിരിക്കണം. മനസ്സിലായി? അപ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. മാർക്കറ്റിലൊന്നും കിട്ടിയില്ലെങ്കിലും സമാധാനമുണ്ട്. പൈസ അവിടെ തന്നെ കാണുമല്ലോ.
എങ്ങും പോകത്തില്ലല്ലോ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമ്മളൊരു ട്രേഡ് എടുത്തു, നമ്മൾ വിചാരിച്ച ദിശയിലേക്ക് മാർക്കറ്റ് പോകാൻ തുടങ്ങിയെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ബൈ പ്രൈസ് വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ ട്രെയിൽ ചെയ്യാൻ ശ്രമിക്കണം. അതൊരു നല്ല ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു ബെയറിഷ് മർബോസും അടിപൊളിയായിട്ട് കിട്ടി. നമ്മളിവിടെ ആ ട്രേഡ് എടുത്തു, സുഖസുന്ദരമായിട്ട് മാർക്കറ്റ് താഴോട്ട് തന്നെ വന്നു. നമുക്ക് ഇനി ഒന്നുകൂടെ നോക്കാം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കിതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇതൊന്നും നോക്കി വെക്കാനൊന്നും പറ്റത്തില്ല നമുക്ക്. ഇത് വേണമെങ്കിൽ ഇവിടെ ഇതൊരു മർബോസുമാണ്. ഇതൊരു ഓപ്പണിംഗ് ആണോ? അല്ല, ഇതൊരു മർബോസു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇവിടെ ഈ ക്യാൻഡിൽ നമുക്ക് കയറാം. ഇവിടെ അടുത്ത എൻ്റെ ഓപ്പണിംഗ് നമ്മളിവിടെ കയറി, നമുക്ക് ഇത്രയും കിട്ടി. ഈ ഒരൊറ്റ ക്യാപ്ചർ തന്നെ ഒരു 20 പോയിൻറ്റ് ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ കിട്ടും, 20. പിന്നെ ഒരു ഡോജി ക്യാൻഡിലാണ് വേണ്ടത്. പിന്നെ ആണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എക്സിറ്റ് ആകും. കാരണം 1-2 ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ എക്സിറ്റ് ആകും, അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം മെൽറ്റായി പോകും. ഓക്കെ, ഇതൊരു സിനാരിയോ ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഇതൊന്നും നോക്കി നേരത്തെ വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മാർക്കറ്റിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് കാണുന്നവർക്കൊരു മുഷിച്ചിൽ തോന്നാനുള്ള സാധ്യത ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കേണ്ടവർക്ക് ഇച്ചിരി മുഷിച്ചിലൊക്കെ സഹിച്ച് ഇരിക്കണം. ഇത് നോക്കൂ, ഇവിടെ നോക്കിക്കേ, ഇതൊരു സിമിലർ മർബോസുമാണ് ഈ കാണുന്നത്. ചെറുതാക്കിയാണ് ഇങ്ങനെ കാണുന്നത്. ഒരു സിമിലർ മർബോസുമാണ് ഈ കാണുന്നത്. സിമിലർ മർബോസ് ഒന്നും 100% പറയാൻ പറ്റില്ല, കാരണം ചെറിയൊരു വിക്കുണ്ട്. എങ്കിൽ തന്നെ ഇതൊരു ഫുൾ ബോഡിയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം, നമുക്ക് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത് മാർക്കറ്റിൽ ശരിക്കും നിങ്ങൾക്ക് എന്താ പറയുന്നത്, ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കിയെങ്കിൽ നിങ്ങൾക്കൊക്കെ ശരിക്കും ഇത് എന്താ പറയുന്നത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പം ഇതിനകത്തിൽ ഒത്തിരി തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ലൈവ് മാർക്കറ്റിൽ നമ്മളത് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇത് ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഈ ക്യാൻഡിലാക്കി ഒരു ഫുൾ ബോഡി ക്യാൻഡിലാണ് അല്ലേ. ഇതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോയി, നേരെ മുകളിലോട്ട് പോയി, ശരിയല്ലേ. ഇനി നോക്കിക്കേ, ഈ ക്യാൻഡിൽ നോക്കിക്കേ, താഴേന്ന് മുകളിൽ നിന്ന് താഴോട്ട് വീണ് വരുന്ന മാർക്കറ്റാണ് അല്ലേ. വീണതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു ഇല്ലേ. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം നോക്കിക്കേ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു ഇവിടെ. ഇത് മർബോസു എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ചെറിയൊരു വിക്കുണ്ട്. പക്ഷേ എന്നാൽ തന്നെ നമുക്കിതിനെ സിമിലർ ടു മർബോസ് എന്ന് കണക്കാക്കാം ഇല്ലേ. ഇവിടെ നമ്മൾ ഇവിടെ ഈ ക്യാൻഡിലിന് ശേഷം നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും, ശരിയല്ലേ. ഇവിടെ വെക്കും. ഈ സ്റ്റോപ്പ് ലോസ് എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ മാർക്കറ്റ് ഇവിടെ വീണ് മേലോട്ട് കയറിപ്പോയി. കണ്ടോ, മാർക്കറ്റ് ഇവിടം വരെ പോയി. ട്രെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സുന്ദരമായിട്ട് ട്രെയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രെയിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പം കയറി മാർക്കറ്റ്, നമ്മൾ ഈ ക്യാൻഡിലാണ് കയറിയത്. അപ്പോൾ ഈ രണ്ടാമത്തെ ക്യാൻഡിൽ നമ്മൾ കയറി. ഓക്കെ, അടുത്ത 3ാമത്തെ ക്യാൻഡിൽ വീണു, 4ാമത്തെ ക്യാൻഡിൽ വീണു. ഓക്കെ, ഈ 4ാമത്തെ ക്യാൻഡിൽ വീഴുമ്പോൾ അടുത്ത സപ്പോർട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റോപ്പ് ലോസിനെ കയറ്റി വെക്കണം. അടുത്ത സപ്പോർട്ട് ഇതാണ്. ഓക്കെ, ഇവിടെ കയറ്റി വെച്ചു. ഇതടിച്ചോ? ഇല്ല. ഇത് പിന്നെ മാർക്കറ്റ് മേലോട്ട് പോയി ഇവിടം വരെ വന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോപ്പ് ലോസിനെ പൊക്കിയെടുത്ത് നേരെ ഇങ്ങോട്ട് വെക്കും. കണ്ടോ, മാർക്കറ്റ് പിന്നെ ഇവിടെ പോയി വീണ് കയറി ഇവിടം വരെ വന്നപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിനെ പിന്നെ ഇതിനെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് ഈ ക്യാൻഡിലായിട്ട് വെക്കും അല്ലേ. പിന്നെ ഇത് ഒരു വലിയ ക്യാൻഡിൽ കിട്ടി. ഈ വലിയ ക്യാൻഡിൽ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊണ്ടുപോയി ഇവിടെ വെക്കും. ഒന്നുകിൽ നമ്മൾ ആക്രാന്തം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ബുക്ക് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി നോക്കി. ഇത് പിന്നെ ഇവിടെ നമുക്കൊരു ബെയറിഷ് മൊമെൻറ്റം കാണാം. ഇവിടെ തീർന്നു. പിന്നെ ഇവിടെ ഒരു ബെയറിഷ് മൊമെൻറ്റം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എന്തായാലും നമ്മളിവിടെ എക്സിറ്റ് ആവും. കാരണം ഇത്ര ഇങ്ങനെ മൊമെൻറ്റം വന്നതുകൊണ്ട്, മനസ്സിലായില്ലേ. ഇല്ലെങ്കിൽ ഇവിടുന്ന് കയറുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിനൊക്കെ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. ഇവിടെയൊക്കെ ആകുമ്പോൾ 10, 30, 40, 50 പോയിൻ്റ് കിട്ടും. ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു 70, 75 പോയിൻറ്റുകൾ നമുക്കിവിടെ കിട്ടും, മനസ്സിലായി. അപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ചെയ്ത് നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ നമ്മൾ എപ്പോഴും SL നമ്മൾ
കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. എസ് എൽ ആക്ച്വലി ഒരു നമ്പർ അല്ല, മനസ്സിലായി. കൃത്യമായിട്ട് നമ്മൾ എസ് എൽ വെക്കുമ്പം എസ് എൽ ഒരു സപ്പോർട്ടിലെ റെസിസ്റ്റൻസിൽ വെച്ച് വേണം നമ്മൾ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അല്ലാതെ 10 പോയിൻ്റ് എസ് എൽ 15 പോയിൻ്റ് എസ് എൽ അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ എസ് എല്ലിനകത്ത് യാതൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എസ് എൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് കണക്കാക്കിയായിരിക്കും നമ്മൾ എസ് എൽ പറയുന്നത്, മനസ്സിലായോ? അപ്പം എസ് എൽ വെക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മനസ്സിലായി. അപ്പോൾ ഈ എസ് എൽ അടിക്കാതെ ഇവിടം വരെ ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ കയറി ഈ ക്യാൻഡിൽ കണ്ട് നമ്മളിവിടെ കയറി മാർക്കറ്റ് ഇവിടെ പിന്നെ പോയി, അപ്പോൾ നമ്മൾ എസ് എൽ ഇവിടെ വെച്ചു, പിന്നെ മാർക്കറ്റ് കയറി ഇവിടം വരെ വന്നപ്പോൾ നമ്മൾ എസ് എൽ ഇവിടെ വെക്കുന്നു, പിന്നെ മാർക്കറ്റ് കയറി പോകുമ്പോൾ നമ്മൾ എസ് എൽ ഇവിടെ വെക്കുന്നു, മനസ്സിലായി. അപ്പോൾ ആ എസ് എൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പഠിക്കണം. ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. അല്ലാതെ ഒരു ട്രേഡ് എടുത്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നിങ്ങൾ വിജയിക്കത്തുമില്ല. മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് മാത്രമേ ട്രേഡ് എടുക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ സെല്ലർ ആയിരിക്കണം, മനസ്സിലായി. ഒരു ഓപ്ഷൻ ബയർ ഒരിക്കലും ട്രേഡ് വിട്ട് വേറൊരു പരിപാടിക്ക് പോകാൻ പാടില്ല. ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സിസ്റ്റത്തിൻ്റെ മുന്നിലല്ലേ നിങ്ങളുടെ മൊബൈലിൻ്റെ മുന്നിൽ ഇരുന്ന് നിങ്ങൾ അത് കിട്ടാനുള്ളത് ക്യാപ്ചർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വേറെ പരിപാടിക്ക് പോകാവൂ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഇരിക്കരുത്, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബെയറിഷ് മർബോസും ബുള്ളിഷ് മർബോസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എൻഗൾഫിംഗ് ആണ്. എൻഗൾഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിനെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വീണ ക്യാൻഡിലിനെ നിലവിൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിൽ അതിൻ്റെ മുന്നേ ഉള്ള ക്യാൻഡിലിനെ വിഴുങ്ങത്തക്ക രീതിയിൽ, അതാ പച്ച മലയാളം, വിഴുങ്ങത്തക്ക രീതിയിൽ ബലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതായത് എൻഗൾഫ് ചെയ്തു, അതായത് അതിനെ വിഴുങ്ങി, അതിനെ മൊത്തം ഇങ്ങനെ അബ്സോർബ് ചെയ്തു എന്നൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് പച്ച മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയുള്ള സിനാരിയോ നമുക്കിവിടെ ഉണ്ട് നോക്കാം. അതിനുമുണ്ട് ബെയറിഷ് എൻഗൾഫിംഗ് ഉണ്ട്, ബുള്ളിഷ് എൻഗൾഫിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള എൻഗൾഫിംഗ് സിനാരിയോ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെ വേണം നമുക്കൊരു എൻഗൾഫിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഓക്കെ, ഇതിനെ ഒരു എൻഗൾഫിംഗ് ആയിട്ട് കണക്കാക്കാം. കാരണം ഈ റെഡ് ക്യാൻഡിലിനെ ഈ ഗ്രീൻ ക്യാൻഡിൽ വിഴുങ്ങി. കാരണം ഇതിൻ്റെ വിക്കടക്കം ഇതാ നോക്കിയേ, വിക്ക് ഇവിടെ ആയിരിക്കുന്നത് ഉണ്ടോ. വിക്കിന് അകത്താണ് ഈ റെഡ് ക്യാൻഡിൽ ഇരിക്കുന്നത്. നോക്കി കണ്ടോ, ഇതിൻ്റെ ബോഡി ആണെങ്കിൽ ബോഡി ടു ബോഡിയാണ്. അതായത് ആക്ച്വലി ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതിനെ കവർ ചെയ്ത് താഴെ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണ് ആക്ച്വലി യഥാർത്ഥ എൻഗൾഫിങ് അങ്ങനെയാണ്. എന്നാൽ തന്നെ ഇതൊരു ബലാബല എൻഗൾഫിങ്, അതായത് കറക്റ്റ് സിമിലറാണ്. അതിൻ്റെ ക്ലോസിങ് രണ്ടും, താഴത്തെ ബോട്ടം രണ്ടും ഒരുപോലെയാണ്. മുകളിലോട്ട് കയറി എൻഗൾഫ് ചെയ്തേക്കുന്നു. അതിനുശേഷം ഈ ക്യാൻഡലിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മേലോട്ട് പോയി. കണ്ടോ, ഇതിനാണ് എൻഗൾഫിങ് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഒന്നുകൂടെ കറക്റ്റായിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം, എൻഗൾഫിങ് എവിടെയാണെന്നുള്ളത്. ഇത് നോക്കിയേ, വെരി ഗുഡ് എക്സാമ്പിൾ എൻഗൾഫിങ്. ഇവിടെ നോക്ക്, ഇതൊരു ബെയറിഷ് എൻഗൾഫിങ് ആണ്. നോക്കിക്കേ, ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിലിനെ വളരെ അടിപൊളിയായിട്ട് ഈ സാധനം വിഴുങ്ങി. കണ്ടോ, ഇതിനെ വിഴുങ്ങി. കാരണം ഈ ക്യാൻഡിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പാടില്ല, മനസ്സിലായി. ഈ ക്യാൻഡിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പാടില്ല. ഒരു പാമ്പ് ഒരു ഇരയെ വിഴുങ്ങുന്ന പോലെ തന്നെ ഈ സാധനം ഇതിനകത്ത് വിഴുങ്ങി. വെളിയിലൊന്നും കാണാൻ പാടില്ല. ഒരു സംഭവം ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന കാര്യം അറിയാൻ പാടില്ല. അതേ കണക്ക് ഇതിനെ മുഴുവൻ കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്തൊരു ക്യാൻഡിലാണ് ഈ കാണുന്ന ക്യാൻഡിൽ. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് വന്നു, നേരെ താഴോട്ട് വന്നു. കണ്ടോ, ഇതിനാണ് പറയുന്നത് ബെയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ കാണുന്നത്, ബെയറിഷ് എൻഗൾഫിംഗ്. ഇവിടെ നോക്കി കണ്ടോ, ഇവിടെ നല്ലൊരു ബെയറിഷ് എൻഗൾഫിംഗ് ഉണ്ട്. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലാണ് ഈ റെഡിൻ്റെ ബോഡി, ഇതിൻ്റെ വിക്കും താഴെ, ഇതും ഇതിൻ്റെ താഴെയാണ്. ഇതിനെ വിഴുങ്ങി. കണ്ടോ, ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയത്തില്ല, മനസ്സിലായി. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് വന്നു, നേരെ താഴോട്ട് വന്നു. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ നിങ്ങൾ ചുമ്മാതിരിക്കുമ്പം തന്നെത്താനെ ചാർട്ടിനകത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ സിനാരിയോകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെത്താനെ ഇങ്ങനെയുള്ള ട്രേഡുകളൊക്കെ കണ്ടെത്താൻ പറ്റും. ആരുടെ സഹായം വേണ്ട.
ഒരു മനുഷ്യൻ്റെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇത് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് എൻഗൾഫിംഗ് അല്ല, കാരണം ഇവിടെ വിക്ക് താഴെ നിൽക്കുക. എങ്കിൽ തന്നെ മാർക്കറ്റ് മേലോട്ട് കയറിപ്പോയി. പക്ഷേ ഇതിനെ നമുക്ക് അങ്ങനെ എൻഗൾഫിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം വേറെ ഉണ്ടോയെന്ന്. ഇത് നോക്കാം, ഇതിനെ ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയാം, സൂപ്പറായിട്ട് പറയാം. കാരണം താഴേന്ന് വീണൊരു മാർക്കറ്റ്, ഓക്കെ, ഇത് മാർക്കറ്റ് ഓപ്പണിങ് അവിടെ, ഇത് ഓപ്പണിങ് വീണ് താഴേന്ന് മേലോട്ട് വീണ് വരുന്ന മാർക്കറ്റ്, ഓക്കെ. വീണ് വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ, ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി മാർക്കറ്റ് ഉണ്ടോ. ഇവിടെ വന്ന് ഇവിടെ ഒരു ചെറിയ ബേസ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ എന്ത് പറ്റി, ഈ റെഡ് ക്യാൻഡലിനെ ഈ ഗ്രീൻ ക്യാൻഡിൽ വിഴുങ്ങി ഉണ്ടോ, ഫുള്ളി എൻഗൾഫ് ചെയ്തു. എൻഗൾഫ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ മുകളിലോട്ട് കയറിപ്പോയി. നമ്മൾ ഈ സെക്കൻഡ് ക്യാൻഡിലല്ലേ കയറുന്നത്, ഇത് എൻഗൾഫ് കണ്ടുകൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് ക്യാൻഡിലിൽ കയറി ഇല്ലേ. എക്സ്പീരിയൻസ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ കവർ ചെയ്യുമ്പോഴേ നമ്മളിവിടെ കയറും. ഇല്ലെങ്കിൽ ഈ ക്യാൻഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഇവിടുന്ന് നമുക്ക് ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 10, 30, 40 പോയിൻറ്റ് നമുക്കിവിടെ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇത് കറക്റ്റ് എൻഗൾഫിംഗ് ആണിത്. മനസ്സിലായല്ലോ? ഞാനീ പറയുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇത് നിങ്ങൾക്ക് അത്ര സുഖമായിട്ട് തോന്നത്തില്ല. പക്ഷേ നിങ്ങളിത് ശരിക്കും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ തന്നെ ഇത് വെച്ചൊരു ചാർട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കണം. ഇങ്ങനെ വിഴുങ്ങുന്ന സാധനം എവിടെയെങ്കിലും കിടപ്പുണ്ടോ, അതിനുശേഷം മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ തന്നെത്താനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതാണ് ഇവിടെ നോക്ക്, ഇതൊരു എൻഗൾഫിങ്ങാണ്. കണ്ടോ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന് കറക്റ്റായിട്ട് ആ ബോഡി തന്നെ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് അതിനെ വിഴുങ്ങിയേക്കുന്നത്. അതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. അത് പിന്നെ പോട്ടെ, വേറെ അടുത്ത് നോക്കാം, നല്ലത് നോക്കട്ടെ വേറെ ഉണ്ടോന്ന്. ഇവിടെ നോക്ക്, സൂപ്പർ എൻഗൾഫിങ്. ഇത് കണ്ടോ, നിങ്ങൾ സത്യം പറയാം, നിങ്ങൾ തന്നെ പുറകോട്ട് ചാർട്ട് ഒന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്ക്, ഇതൊരു എൻഗൾഫിങ്ങാണ്. നോക്കിക്കേ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വീണു, അതിന് ശേഷം അതിനൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു. ഇതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് നേരെ മേലോട്ട് പോയി. കണ്ടോ, ഈ ഒരു എൻഗൾഫിങ്, ഇതിനെ വിഴുങ്ങത്തക്ക രീതിയിൽ ഈ ക്യാൻഡിൽ വളർന്നതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇതിനാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിപ്പോൾ കാണിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. പക്ഷേങ്കിൽ ഇത് കാണിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഫോർമേഷൻ വരുമ്പം നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക. ചിലപ്പോൾ 1-2 പ്രാവശ്യം തെറ്റിപ്പോവായിരിക്കും. എന്നാൽ തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറേ ഐഡിയ പിടി കിട്ടും. മനസ്സിലായി? ഒരു പ്രാവശ്യം കുഴി വീണെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ആ കുഴി വീണെന്ന് നിർബന്ധമില്ല. കാരണം ആ വഴി തന്നെ ആ കുഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുഴി മാറി നടക്കാൻ ശ്രമിക്കും. മനസ്സിലായി? അപ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. നമ്മളിത് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരസഹായമില്ലാതെ നമുക്കിത് ചെയ്യാൻ സുഖമായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ സമയമുള്ളപ്പോൾ, ഇപ്പം ഈ വീക്കെൻഡാണ്, നിങ്ങളിപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൈകുന്നേരം സമയം കിട്ടുമ്പം ഇങ്ങനെ ചാർട്ട് തുറന്ന് വെക്കുക. ചാർട്ട് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള മർബോസു അല്ലെങ്കിൽ എൻഗൾഫിംഗ് പാറ്റേൺസ് എവിടെ കാണുന്നു, അതിനുശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ താനൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട് ഇല്ലേ? ഇനി നാളെ ലൈവ് മാർക്കറ്റിൽ ഇങ്ങനൊരു സിനാരിയോ ഉണ്ടാകുമ്പോൾ നിങ്ങളത് പരീക്ഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ വളരുന്നത്. അല്ല എന്നും കൊന്നും കോളെടുത്തും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും മാർക്കറ്റ് വിജയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ആഴ്ചകൾ ഇങ്ങനെ പഠിച്ച് ഇത് നമ്മുടെ മനസ്സിനകത്ത് പല രൂപങ്ങളും പല പാറ്റേൺസുകളും കാണും. അങ്ങനെ മാർക്കറ്റിൽ നമുക്കത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിക്കാവും. അങ്ങനെ നമുക്ക് ട്രേഡ് എടുത്ത് വിജയിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഈ 2 ക്യാൻഡിലുകളെ പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്ക് എത്രത്തോളം പഴയ വീഡിയോകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് സ്ലോ ആയിരിക്കും ഇത്. പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. ഓക്കെ, അതിന് നിങ്ങൾ തന്നെ സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ തന്നെത്താൻ വിചാരിക്കണം. അപ്പം ഫ്രീ ഉള്ള സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ ചാർട്ട് തുറന്ന് വെച്ചിട്ട് ഇതിങ്ങനെ നോക്കുക. ഈ 2 ഫോർമേഷൻസ് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് എന്നോട് പേഴ്സണലി ചോദിച്ചു, ചേട്ടൻ എന്താണ് വീഡിയോയ്ക്കകത്ത് പറയാത്ത, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരന്ന് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ ഇരന്ന് മേടിച്ചിട്ട് കാര്യമില്ല. അതിന് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല.
നിങ്ങൾക്ക് ഇത് കണ്ടു, എനിക്ക് ഈ വീഡിയോ കണ്ടു, ഇത് ഉപകാരപ്പെട്ടു, എനിക്ക് നാളെ ഇത് ഗുണപ്പെടും എന്ന് ഒരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സബ്സ്ക്രൈബ് ചെയ്യും ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.